രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ രാധയുടെ പ്രണയത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 173ാമത്തെ എപ്പിസോഡാണ്. എന്നാൽ രാധയുടെ പ്രണയം നമ്മളിപ്പോൾ 1 തൊട്ട് തുടങ്ങുകയാണ്. അതുകൊണ്ട് പുതിയ പ്രേക്ഷകർക്ക് സന്തോഷ വർത്തമാനമാണ്. ഇത് 2ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്നതാണ് 1ാമത്തെ എപ്പിസോഡ്. ഇതിന്റെ ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ പ്ലേലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. രാധയുടെ പ്രണയം എന്ന പേരിൽ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ്, എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് രാധയുടെ പ്രണയം. ഉടൻ തന്നെ ബുധനാഴ്ച ഫലഗോവിന്ദത്തിന്റെ ക്ലാസ് ആരംഭിക്കുന്നു. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്. വെള്ളിയാഴ്ച സൗന്ദര്യലഹരി എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഒന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. അതേ കണക്ക് തന്നെ ഈ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ചിലർ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നേരിട്ട് വരാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പഠിക്കാവുന്നതാണ്. ദൂരെയുള്ളവർക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ മുഴുവൻ എമൗണ്ടും തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ രീതി. അതുകൂടാതെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്, കേൾക്കുക. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും, ഇംഗ്ലീഷിനെ കുറിച്ചുള്ള സംശയവും 9645333999 എന്നതാണ് എൻ്റെ നമ്പർ. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്. നിശ്ചയമായും കാണണേ. ഏതൊരു ഹിന്ദുവും അത് കണ്ടിരിക്കണം. അതൊരിക്കലും നിങ്ങൾ കാണാതെ പോകരുത്. പിന്നെ അതേ കണക്ക് തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. പിന്നെ നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രം, അതിൽ തന്നെ തിരുപ്പതി. നിരവധി പേരെ ആകർഷിച്ച ഒന്നാണ് തിരുപ്പതി. ആ തിരുപ്പതിയെ കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ട്, തിരുപ്പതി, മൂകാംബിക, ഉടുപ്പി, ഇതിനെയൊക്കെ കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ട് അവിടെ പോയിട്ട് വന്നവർ പറഞ്ഞു ആ വീഡിയോ വളരെയധികം പ്രയോജനം ചെയ്തു എന്ന് പറഞ്ഞു. അതേ കണക്ക് തന്നെ നമുക്ക് അതിനകത്ത് രാധികാ കവചം 2 പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികൾ ഇല്ലാതെയും ഉണ്ട്. കൃഷ്ണപ്രിയയാണ് അത് പാടിയിട്ടിരിക്കുന്നത്. കൃഷ്ണന്റെ പുനരവതാരമായ ബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. എന്നും രാവിലെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് 5:00 മോർണിംഗ് മെസ്സേജ് കിട്ടും. അപ്പൊ നിങ്ങൾ അതൊക്കെ കാണുക. അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ
രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എന്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എന്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ രാധയുടെ പ്രണയം ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തരായിരുന്ന, കൃഷ്ണന്റെ അമ്പലത്തിലല്ലാതെ മറ്റൊരു ക്ഷേത്രത്തിലും പോകാതിരുന്ന ഞാനിങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്. നിശ്ചയമായും നിങ്ങളത് കാണണം. അതിന്റെ ലിങ്ക് ആവശ്യമുള്ളവർ എൻ്റെ 9645333999 ഒരു മെസ്സേജ് അയച്ചാൽ നിശ്ചയമായിട്ടും അത് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ വീഡിയോ ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങളത് കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ രാധാറാണി ഓടി വന്ന് കീർത്തി മാതാവിന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയിട്ട് രാധാറാണി പറഞ്ഞു, എന്താ പറഞ്ഞത്? അമ്മേ അമ്മേ, ആരാ അമ്മയാ കറുമ്പൻ, ആരാ അമ്മയാ കറുമ്പൻ? കീർത്തിമാത അമ്പരന്ന് പോയി. കീർത്തിമാത ചോദിച്ചു, കറുമ്പനോ? ഏത് കറുമ്പൻ? അമ്മ അയാള് കറുമ്പനാണ് അമ്മ, അയാള് കറുമ്പനാണ് അമ്മ. അപ്പൊ കീർത്തിമാതാവ് ചോദിച്ചു, ആരാ മോളെ, ആരുടെ കാര്യമാ നീ പറയുന്നത്? അതോ യശോദാമ്മ വന്ന് പറഞ്ഞില്ലേ അമ്മ? യശോദാമ്മ വന്ന് പറഞ്ഞു, കുറച്ച് കഴിയുമ്പോ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും, ആ വരുന്ന ആള് അയാള് കറുമ്പനാണ് അമ്മ. അപ്പൊ കീർത്തിമാത പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, ഏയ് അവൻ കറുമ്പനേ അല്ല, അവൻ നല്ല സുന്ദരനാണ്. അമ്മ കറുമ്പന്മാർക്ക് രാധക്കുട്ടിയെ കൊടുക്കുമോ? ഒരിക്കലും ഇല്ലല്ലോ. എന്റെ രാധക്കുട്ടി സുന്ദരിയല്ലേ, അപ്പൊ അതുപോലൊരു സുന്ദരനല്ലേ കൊടുക്കത്തുള്ളു. അപ്പൊ രാധാറാണി പറഞ്ഞു, എനിക്ക് സുന്ദരനെ വേണ്ട, എനിക്ക് ആ കറുമ്പന മതി, എനിക്ക് ആ കറുമ്പന മതി. രാധാറാണി കരയാൻ തുടങ്ങി. കീർത്തിമാത എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരിക്കുകയാണ്. കീർത്തിമാതായ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ കീർത്തിമാത ചോദിച്ചു, ഏത് കറുമ്പന്റെ കാര്യമാ മോള് പറയുന്നത്? ഏത് കറുമ്പന്റെ കാര്യമാ മോള് പറയുന്നത്? അപ്പൊ രാധാറാണി പറഞ്ഞു, അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരാറുണ്ട്. നിന്നെ കാണാൻ വരുന്നു? ആര് വരുന്നു? അമ്മ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അവൻ വരുമമ്മേ. ഞാൻ ചിലപ്പോ പൂന്തോട്ടത്തിൽ ഇരിക്കുമ്പോൾ അവൻ എൻ്റെ അടുക്കലേക്ക് വരാറുണ്ട്, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ എൻ്റെ അടുക്കലേക്ക് വരാറുണ്ട്. അവൻ മുഖം മറച്ചിരിക്കുന്നു, അവൻ്റെ മുഖം മാത്രം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ കറുമ്പൻ വരുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമാണെന്നോ അമ്മേ, എനിക്ക് ആ കറുമ്പന മതി. പെട്ടെന്ന് കീർത്തിമാതാവിന്റെ മനസ്സിലൊരു മിന്നൽ പിണര് വാഞ്ഞുപോയി. അതേ, ആ ജ്യോതിഷി പറഞ്ഞിരുന്നു, അത് സത്യമാവുകയാണോ? ഇവളെ ദിവ്യ ലോകത്ത് നിന്ന് ആളുകൾ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. അയ്യോ, ഇവൾ പറയുന്ന കറുമ്പൻ അങ്ങനെ ദിവ്യ ലോകത്ത് നിന്ന് വന്ന ആരെങ്കിലും ആയിരിക്കുമോ? എൻ്റെ മകൾക്കൊരു മനുഷ്യൻ മതി, കാരണം ഈ വരുന്നവൻ എൻ്റെ മകളെ കെട്ടത്തില്ല, അവളെ കെട്ടാതെ മറ്റു പലരെയും വിവാഹം ചെയ്യും എന്നാണ് ജ്യോതിഷി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരാളുടെ കയ്യിലേക്ക് അയാൾ എത്ര ദിവ്യനാണെങ്കിലും എൻ്റെ മോളെ എനിക്ക് കൊടുക്കണ്ട. അപ്പൊ പറഞ്ഞു, നോക്കൂ മോളെ, നമുക്ക് കറുമ്പനൊന്നും വേണ്ട, അതൊക്കെ മോള് കാണുന്ന വെറും സ്വപ്നമാണ് മോളെ, അതൊരു മായ കാഴ്ചയാണ്. അമ്മ മോക്ക് സുന്ദരനായ ചെറുക്കനെയാണല്ലോ കണ്ടുപിടിച്ചു വച്ചിരിക്കുന്നത്. അപ്പൊ രാധാറാണി വിങ്ങിക്കരയാൻ തുടങ്ങി. അമ്മയുടെ നെഞ്ചിൽ കിടന്ന് വിങ്ങിക്കരഞ്ഞു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കീർത്തിമാത രാധാറാണിയെ ചേർത്ത് വെച്ചു. അപ്പൊ ദൂരെ
ദൂരെ നിന്ന് രാധാറാണി അത് കേൾക്കുകയാണ്. വളരെ മൃദുവായി വളരെ മൃദുവായി വളരെ മൃദുവായ ആ ഗാനം. രാധേ രാധേ ഓ രാധേ 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 ഗോവിന്ദ രാധേ ഗോപാല രാധേ ഗോവിന്ദ രാധേ ഗോപാല രാധേ ഓ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോപാല രാധേ ശ്രീഗിരിധാരി ഗോവിന്ദ രാധേ ശ്രീഗിരിധാരി ഗോവിന്ദ രാധേ ശ്രീഗിരിധാരി ഗോവിന്ദ രാധേ 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 ഓ രാധേ 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 രാധേ. ഒരു ഉറക്കു പാട്ട് പോലെ, ഒരു താരാട്ട് പാട്ട് പോലെ അത് എവിടെ നിന്നോ ഒഴുകി വന്നു. ആ പാട്ടിൻ്റെ ഒരു മാസ്മരികതയില് രാധാറാണിയുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു. ആ പതിയെ അടഞ്ഞപ്പോൾ കണ്ടു ആ കറുത്ത ബാലനെ. ആ കറുത്ത ബാലൻ വന്ന് പറയുന്നു, രാധേ നിനക്കാ കറുമ്പനെ തന്നെ കിട്ടും, ആ കറുമ്പൻ തന്നെ വരും നിന്റെ അടുക്കൽ. പിന്നെ എന്തിനാ രാധേ നീ കരയുന്നത്? നീ കരഞ്ഞാൽ ഈ കറുമ്പന് സഹിക്കില്ല എന്നറിയില്ലേ? ഉറങ്ങിക്കോ കേട്ടോ, ഉറങ്ങിക്കോ കേട്ടോ, ഉറങ്ങിക്കോ കേട്ടോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധാറാണി തൻ്റെ അടുക്കൽ വന്നിരിക്കുന്ന ആ കറുമ്പന്റെ കൈകളിൽ മുറുകെ പിടിച്ചു, ഒരു ബലത്തിനെന്നവണ്ണം. അപ്പോൾ ആ കറുമ്പൻ വീണ്ടും രാധാറാണിയുടെ ചെവിയിലേക്ക് ചുണ്ടുകൾ ചേർത്തിട്ട് പറഞ്ഞു, ഉറങ്ങൂ രാധേ, കണ്ണന്റെ രാധയല്ലേ, ഉറങ്ങ് രാധേ, ഉറങ്ങ് രാധേ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. വാ വാ വാവോ ഓ വാ വാ വാവോ വാ വാ വാവോ ഓ വാ വാ വാവോ വാവേ വാവോ ഓ വാവേ വാവോ വാവേ വാവോ ഓ വാവേ വാവോ. അപ്പോൾ രാധാറാണിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി പടർന്നു. അതേ, അസാധാരണമായ ഒരു താരാട്ട്. രാധാറാണിക്ക് തോന്നുകയാണ്, ഈ കറുമ്പൻ എത്ര വാത്സല്യത്തോടെയാണ് എന്നെ ഉറക്കുന്നത്. ഇങ്ങനെ എന്നെ ഉറക്കാൻ ആർക്കാണ് കഴിയുന്നത്? ആ ഗാനത്തിൽ ലയിച്ച് 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 താൻ ഭൂമിയിൽ നിന്ന് ഉയർന്നുയർന്നു പോകുന്നത് പോലെ രാധാറാണിക്ക് തോന്നി. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. വാവേ വാവോ ഓ വാവേ വാവോ രാധേ വാവേ ഓ വാവേ രാധേ രാധേ വാവേ ഓ വാവേ രാധേ രാധേ വാവേ ഓ രാധേ വാവേ. ഒരു കുഞ്ഞിനെ എന്ന പോലെ രാധാറാണിയെ താരാട്ട് പാടി ഉറക്കിയിട്ട് ആ കറുമ്പൻ ദൂരേക്ക് നടന്ന് മേഘപാളികൾക്കിടയിലേക്ക് മറയുന്നതായി കണ്ട് സംതൃപ്തിയോടുകൂടി രാധാറാണി
കീർത്തിമാതാവിന്റെ മാറിൽ പറ്റിച്ചേർന്നു. അതേ, അവന്റെ കയ്യിൽ താൻ മുറുകെ പിടിച്ചിരിക്കുകയാണ്. കീർത്തിമാതാ നോക്കിയപ്പോൾ രാധാറാണി തന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. ഒരു പുഞ്ചിരി. എത്ര പെട്ടെന്നാണ് ഇവള് ഉറങ്ങിയത്. അങ്ങനെ ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. ഇടയ്ക്കിടയ്ക്ക് അമ്മ രാധാറാണിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. രാധേ, നീ വയസ്സറിയിച്ചു കഴിയുമ്പോൾ നിന്നെ കാണാൻ അഴകാർന്ന ഒരു പയ്യൻ വരും, നല്ല അഴകാർന്ന ഒരു പയ്യൻ വരും. അത് കേൾക്കുമ്പം രാധയുടെ മുഖം വല്ലാതെ വാടും. അങ്ങനെ 12ാമത്തെ വയസ്സെത്തി രാധാറാണിക്ക്. ആ 12ാമത്തെ വയസ്സിൽ രാധാറാണി ഒരു ദിവസം ഒന്ന് ഉണർന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോ കാണാം ആ ഷീറ്റിലൊക്കെ ചോരയിരിക്കുന്നു. അപ്പൊ വല്ലാത്തൊരു വെപ്രാളം. തന്റെ തുണിയിലും ചോര, ദേഹത്തൂടി ചോര ഒലിക്കുന്നു. ഡായിമ നേരത്തെ പറഞ്ഞു തന്നിരുന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന്. എന്നിട്ടും ഒരു വെപ്രാളം. രാധാറാണി പറഞ്ഞു, ഡായിമ ഓടി വന്നു. എന്നാ കഞ്ഞി, ചോര. അപ്പൊ ഡായിമ രാധാറാണിയുടെ മുഖം കോരിയെടുത്ത് നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, എന്റെ ഒരു കഞ്ഞി വയസ്സറിയിച്ചു. ഡായിമയുടെ കഞ്ഞി വയസ്സറിയിച്ചിടെ കള്ള. ഓടിപ്പോയി കീർത്തിമാതായെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പൊ കീർത്തിമാത ഓടി വന്ന് രാധാറാണിയുടെ നെറ്റിയിൽ ചുംബിച്ചിട്ട് പറഞ്ഞു, എന്റെ മോള് വയസ്സറിയിച്ചു. അപ്പൊ ഡായിമാടത്ത് പറഞ്ഞു, എല്ലാ മുഖ്യന്മാരെയും ഈ വിവരം അറിയിക്കൂ. അപ്പൊ അമ്മ തന്നെ കൊണ്ടുപോയി രാധാറാണിയെ കുളിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്തു? നല്ല പിങ്ക് നിറത്തിലുള്ള സാരി ഉടുപ്പിച്ചു. രാധാറാണി ആളെങ്ങ് മാറിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ നിരവധി പേര് വന്നു തുടങ്ങി. രാധാറാണി അതിശയിച്ചു പോയി. അയ്യോ, എന്തിനാണ് ഇങ്ങനെ ഇത്രയും ആൾക്കാർ വയസ്സറിയിക്കുമ്പം വരുന്നത്? നോക്കിയപ്പോൾ കാണാം ഓരോരുത്തരായിട്ട് വരികയാണ്. എല്ലാവരുടെ കൈകളിലും സമ്മാനപ്പൊതികള്. അക്കൂട്ടത്തില് മഞ്ഞ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ മഞ്ഞ പട്ടിൽ പൊതിഞ്ഞ് ഒരു സമ്മാനം കൊണ്ടുവന്ന് രാധയുടെ കയ്യിൽ കൊടുത്തു. ആ സ്ത്രീ രാധാറാണിയുടെ കയ്യിൽ പിടിച്ചു. രാധാറാണിയുടെ കയ്യിൽ ഒരു മുത്തം കൊടുത്തു. എന്നിട്ട് കാതിൽ പറഞ്ഞു, രാധേ, നീ എന്ത് സുന്ദരിയായിരിക്കുന്നു. രാധാറാണി ചുവന്നുപോയി. നാണം കൊണ്ടങ്ങ് ചുവന്നുപോയി. ആ സ്ത്രീ രാധാറാണിയുടെ കവിളിൽ തട്ടി കടന്നുപോയി. മറ്റു പലരും വന്ന് നേരിട്ട് രാധാറാണിക്ക് ആ സമ്മാനങ്ങൾ കൊടുത്തു. ചിലരൊക്കെ രാധാറാണിയെ നന്നായി ഓമനിച്ചു. അങ്ങനെ ബഹളങ്ങളൊക്കെ ഒന്ന് ശമിച്ചു. ഉച്ചയായി. രാധാറാണിക്ക് വല്ലാത്ത ക്ഷീണം വന്നു. രാധാറാണി കട്ടിലിൽ ചെന്ന് കിടന്നു. കണ്ണുകളിലേക്ക് മയക്കം വന്നു. അപ്പോഴ് കാണാം, ദാ വരുന്നു ആ കറുമ്പൻ, ആ കറുത്ത ആൺകുട്ടി. അവൻ വന്ന് രാധാറാണിയുടെ തൊട്ടടുത്തിരുന്നു. ഇരുന്നിട്ട് രാധാറാണിയുടെ ചെവിയിൽ മൃദുവായി വിളിച്ചു, രാധേ. അപ്പോൾ ഉറക്കത്തിൽ എന്ന വണ്ണം രാധാറാണി മൂടി. അപ്പോൾ ആ കറുമ്പൻ ചോദിച്ചു, രാധേ, നിനക്കൊരുപാട് സമ്മാനം കിട്ടി അല്ലേ രാധേ? മയക്കത്തിൽ രാധാറാണി വീണ്ടും ഒന്ന് മൂളി. എന്നിട്ട് രാധാറാണി ആ ഉറക്കത്തിൽ തന്നെ ചോദിച്ചു, നീ എന്തേ വരാഞ്ഞത്? നീ വരാത്തത് കൊണ്ട് എനിക്ക് എന്തോ വിഷമമുണ്ടെന്നറിയാമോ? അപ്പോൾ ആ കറുത്ത ആൺകുട്ടി പറഞ്ഞു, ഞാൻ വന്നിരുന്നല്ലോ. അപ്പൊ രാധാറാണി പറഞ്ഞു, നീ കള്ളം. അപ്പോൾ ആ കറുത്ത പയ്യൻ പറഞ്ഞു, ഞാൻ വന്നിരുന്നു, നിനക്ക് ഞാൻ സമ്മാനവും തന്നിരുന്നു. നോക്കൂ, നീ ആ പിങ്ക് നിറത്തിലെ ഒരു സാരിയല്ലേ ഉടുത്തിരുന്നത്.
നീ ഒരു നീല പൊട്ടല്ലേ ധരിച്ചിരുന്നത്? നിന്നെ സിംഹാസനം പോലുള്ള ഒരു കസേരയിലല്ലേ ഇരുന്നത്? അപ്പൊ രാധാറാണി ചോദിച്ചു, അതെല്ലോ, അപ്പൊ നീ വന്നിരുന്നു, ശരിക്കും നീ വന്നിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഇനിയും നിനക്ക് വിശ്വാസമായില്ലേ? ഞാൻ പറഞ്ഞു തരാം രാധേ, നീ വയസ്സറിയിക്കുന്ന ചടങ്ങിൽ ഞാനല്ലെങ്കിൽ പിന്നെ ആരാണ് വരേണ്ടത്? ഞാൻ നിനക്കൊരു സമ്മാനം തന്നല്ലോ, ഒരു മഞ്ഞ പൊതി. ദേ നോക്കൂ, ഒരു സ്ത്രീ വന്ന് നിന്റെ കയ്യില് മുത്തം തന്നത് ഓർമ്മയുണ്ടോ? നിന്റെ ചെവിയിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? രാധേ, നീ എത്ര സുന്ദരിയായിരിക്കുന്നു എന്ന്. ആ സുന്ദരി പെൺകൊടി ഞാനായിരുന്നു. ഞാൻ സ്ത്രീകളെ പോലെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വന്നത്. അപ്പൊ രാധാറാണി പറഞ്ഞു, കള്ളൻ. അപ്പൊ ആ വന്ന പയ്യൻ പറഞ്ഞു, സത്യം. എന്നെ പലരും അങ്ങനെ കള്ള കള്ള, ചിലര് കള്ളക്കണ്ണ എന്നൊക്കെ പലരും എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, രാധേ, നീ ആ സമ്മാനം എന്താണെന്ന് നോക്കിയോ? അപ്പോൾ പറഞ്ഞു, ഇല്ലല്ലോ, ഞാൻ ആ സമ്മാനം എന്താണെന്ന് ഞാൻ നോക്കിയില്ല. അപ്പോൾ വീണ്ടും രാധാറാണിയുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ ഇങ്ങനെ പിടിച്ചു. അങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, രാധേ, ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്, എപ്പോഴും നിന്റെ കൂടെയുണ്ട്. അപ്പൊ രാധാറാണി പറഞ്ഞു, ഞാൻ നിന്റെ അടുത്ത് മിണ്ടൂല്ല, ഞാൻ നിന്റെ അടുത്ത് മിണ്ടൂല്ല. അപ്പൊ ആ കറുത്ത ചെറുക്കൻ ചോദിച്ചു, എന്താ കാര്യം? നീ എന്തിനാ മുഖം മറച്ചിരിക്കുന്നത്? അന്ന് എന്നെ കാണാൻ സമ്മാനം തരാൻ വന്നപ്പോഴും നീ ചേന വെച്ച് മുഖം മറച്ചിരിക്കുന്നു. എന്തിനാ നീ മുഖം മറച്ചത്? അപ്പോൾ ആ കറുത്ത ചെറുക്കൻ പറഞ്ഞു, എന്റെ മുഖം എന്റെ രാധയ്ക്ക് മാത്രം കാണാനുള്ളതാണല്ലോ, മറ്റുള്ളവർ കാണുന്ന രൂപം വേറെ. രാധയെ, നീ കാണുന്ന എന്റെ രൂപം വേറെ. നീ കാണുന്ന എന്റെ രൂപം ഈ പ്രപഞ്ചത്തിൽ മറ്റാരും കണ്ടിട്ടില്ല. അവരുടെ കണ്ണിലെ ഞാനല്ല, നിന്റെ മുന്നിലെ ഞാനേ. അപ്പൊ രാധാറാണി കുലുങ്ങി ചിരിച്ചിട്ട് പറഞ്ഞു, അതെങ്ങനെ? നിനക്ക് ഒത്തിരി രൂപങ്ങളുണ്ടോ? അപ്പോൾ ആ കറുത്ത ചെറുക്കൻ പറഞ്ഞു, പിന്നെ എനിക്ക് ഒരുപാട് രൂപങ്ങളുണ്ട്. അപ്പൊ രാധാറാണി ചോദിച്ചു, നിന്റെ പേരെന്താ? നിന്റെ പേരെന്താണ്? അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, സത്യം പറയാമല്ലോ, എനിക്ക് പേരില്ല. അപ്പൊ രാധാറാണി കുണിങ്ങി ചിരിച്ചു, പേരില്ലേ? കള്ള കള്ള. അപ്പൊ പറഞ്ഞു, ഇല്ല രാധേ, എനിക്ക് പേരേ ഇല്ല രാധേ. ദേ നോക്കൂ, ചില ആൾക്കാരുണ്ടല്ലോ, എന്നെ നാരായണ എന്ന് വിളിക്കും, ചിലരാകട്ടെ എന്നെ ഗോവിന്ദ എന്ന് വിളിക്കും, ചിലരാകട്ടെ എന്നെ ഗോപാല എന്ന് വിളിക്കും, ചിലരാകട്ടെ എന്നെ കണ്ണ എന്ന് വിളിക്കും, ചിലരാകട്ടെ എന്നെ വെണ്ണ മോഷ്ടിക്കുന്നവനെ എന്ന് വിളിക്കും. എന്നെ കണ്ണനുണ്ണി എന്ന് വിളിക്കാൻ പോകുന്ന ആള് നീ ആയിരിക്കും രാധേ. നീ കണ്ണനുണ്ണിയുടെ രാധയാണ്, നീ ഗോവിന്ദന്റെ രാധയാണ്. അപ്പൊ രാധാറാണി പറഞ്ഞു, അയ്യോ, നിനക്ക് എത്ര പേര്? നിന്നെ ഞാൻ കണ്ണനുണ്ണി എന്ന് വിളിക്കുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അപ്പോൾ ആ കറുത്ത ചെറുക്കൻ പറഞ്ഞു, എനിക്കറിയാത്തതായിട്ട് എന്താണ് രാധയുള്ളത്? എന്താ ഉള്ളത്? അപ്പൊ ഉറക്കത്തിൽ കിടന്നുകൊണ്ട് രാധാറാണി പറഞ്ഞു, കണ്ണനുണ്ണി കണ്ണനുണ്ണി കണ്ണനുണ്ണി. കൃഷ്ണൻ പിന്നെ പയ്യൻ രാധാറാണിയുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, രാധേ, ഞാൻ ഇപ്പൊ കാണാൻ വന്നില്ലേ, ഇപ്പോഴും നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ രാധാറാണി ചോദിച്ചു, എന്താണത്? അതെല്ലാം ഉണ്ട്, നിനക്ക് ഉണരമ്പം കിട്ടുമല്ലോ. അപ്പോ രാധാറാണി പറഞ്ഞു, എന്നെ ഉറക്കിയിട്ട് പോ കണ്ണനുണ്ണി. അപ്പൊ പറഞ്ഞു, ആഹാ, എന്റെ ഉറക്കുപാട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ രാധാറാണി പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ട്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, നീ എത്ര വലുതായാലും നിന്നെ ഞാനായിരിക്കും ഉറക്കുന്നത്, ഒരു കുഞ്ഞിനെ പോലെ ഞാൻ ഉറക്കും. ഉറങ്ങിക്കോ രാധേ, ഉറങ്ങിക്കോ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.
വാവേ വാവേ ഓ കൻഹി കൻഹി രാധേ രാധേ ഓ വാവേ വാവേ കൻഹി കൻഹി ഓ കൻഹി കൻഹി രാധേ രാധേ ഓ വാവേ 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 ഓ വാവേ 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 ഓ വാവേ 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 കണ്ണൻ്റെ വാവേ 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 ഓ വാവേ വാവേ കൈകൾ കൊണ്ടൊന്ന് തടവി ഒരു മാന്ത്രിക സ്പർശമേറ്റതുപോലെ രാധാറാണി ഒന്നു പിടഞ്ഞു. ദിവ്യമായ ഒരു ആനന്ദം അനുഭവിക്കുന്ന പോലെ തോന്നി. ആ ആനന്ദത്തിൽ ഇങ്ങനെ മയങ്ങാൻ തുടങ്ങുമ്പോൾ കാർമേഘങ്ങൾക്കിടയിലേക്ക് ആ കറുത്ത പയ്യൻ നടന്നു മറയുന്നത് കണ്ടു. എത്ര നേരം അങ്ങനെ കിടന്നു എന്ന് രാധയ്ക്കറിയില്ല, രാധാറാണിക്കറിയില്ല. ഉണർന്നു കഴിഞ്ഞ് രാധാറാണി നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അവൻ വന്നിരിക്കുന്നു, അവൻ വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ കണ്ടത് സ്വപ്നമല്ല, ഇപ്പോൾ എനിക്ക് അവനെ വിളിക്കാൻ ഒരു പേര് കിട്ടിയിരിക്കുന്നു. കണ്ണനുണ്ണി, കണ്ണനുണ്ണി. ഒരു ചെറിയ മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അത് അഴിച്ചു നോക്കി 3 കദളിപ്പഴം. എൻ്റെ പ്രേക്ഷകർ ഓർക്കുക, കൃഷ്ണ ഭഗവാന് നിങ്ങൾ 1 കൊല കദളിപ്പഴം സമർപ്പിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഈ 3 കദളിപ്പഴം സമർപ്പിക്കുന്നതാണ്. ഇത് ഇവരുടെ ജീവിതത്തിൽ നിത്യവും ഇനി അങ്ങോട്ട് ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഈ കദളിപ്പഴത്തിന് വലിയ പ്രാധാന്യവും ഉണ്ടെന്നറിയുക. കൃഷ്ണന് കദളിപ്പഴ പ്രിയനായതിൻ്റെ പിന്നിൽ രാധാറാണിയുമായി ചേർത്തൊരു വലിയ ബന്ധമുണ്ട്. അതൊക്കെ ഞാൻ പറയാം. ഇനി നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കണ്ണന് 3 കദളിപ്പഴം വെച്ച് കൊടുക്കണം. രാധാറാണി അടിമുടി രോമാഞ്ചമണിഞ്ഞു. പെട്ടെന്നാണ് രാധാറാണി ആലോചിച്ചത് ആ സമ്മാനപ്പൊതിയെ കുറിച്ച്. രാധാറാണി ഓടിച്ചെന്നിട്ട് ആ സമ്മാനങ്ങള് കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് ചെന്നു. അതിനകത്ത് റോഡിലൂടെ ആംബുലൻസ് പോകുന്ന സൗണ്ടാണ്. രാധാറാണി ഓടിച്ചെന്ന് സമ്മാനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തെത്തി. അതിങ്ങനെ ചികഞ്ഞ് വന്നപ്പോൾ അതിൽ കിടക്കുന്നു ആ മഞ്ഞ തുണി കൊണ്ട് പൊതിഞ്ഞ സമ്മാനം. രാധാറാണി അത് തൻ്റെ കൈകൾ കൊണ്ടെടുത്തു. ആ മഞ്ഞ തുണി ഇങ്ങനെ അഴിച്ചു. ഹായ്, കുപ്പിവള, നീല കുപ്പിവള. രാധാറാണി തന്റെ 2 കൈകളിലും ആ നീല കുപ്പിവള ധരിച്ചു. അപ്പോൾ എന്നിട്ട് അതിനകത്ത് ഒരു ചെറിയ സിന്ദൂരച്ചെപ്പ്, നീല സിന്ദൂരച്ചെപ്പ്. രാധാറാണി ആ സിന്ദൂരം എടുത്ത് തന്റെ നെറ്റിയിൽ തൊട്ടു. അപ്പോൾ തന്റെ തൊട്ടടുത്ത് ആ കറുത്ത പയ്യൻ നിൽക്കുന്നത് പോലെ രാധാറാണിക്ക് തോന്നി. അവൻ ചെവിയിൽ പറയുന്നു, രാധേ, ഈ കുപ്പിവള നീ ഒരിക്കലും കയ്യിൽ നിന്ന് ഊരരുത്. എന്നും നിന്റെ കൈകളിൽ ഉണ്ടായിരിക്കണം. ഇതാണ് നിന്റെ ശക്തി, ഇതാണ് എൻ്റെ ശക്തി. രാധേ, ഭാവിയിൽ ആരാണോ നിറയെ കുപ്പിവളയും അണിഞ്ഞ് എനിക്ക് 3 കദളിപ്പഴം സമർപ്പിക്കുന്നത് അവർ എന്നും ഈ കണ്ണനുണ്ണിക്ക് പ്രിയപ്പെട്ടതായിരിക്കും. ഇത് സത്യമാണ് രാധേ. എൻ്റെ ഓരോ പ്രേക്ഷകരും ആലോചിക്കുക, നിങ്ങൾ കൃഷ്ണൻ എന്തെങ്കിലും സമർപ്പിക്കാൻ പോകുമ്പോൾ നീല കുപ്പിവള അണിഞ്ഞിട്ട്, ശരിക്കും കൃഷ്ണന് നീല കുപ്പിവള അണിഞ്ഞ് 3 കദളിപ്പഴം സമർപ്പിക്കുക. അതാണ് കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പോൾ രാധാറാണി ഉറക്കം വിളിച്ചു, ഡായ്മ. അപ്പൊ ഡായ്മ ചോദിച്ചു, എന്നാ കൻഹ. അപ്പൊ രാധാറാണി തന്റെ കയ്യിലെ വളകൾ കുലുക്കിയിട്ട് പറഞ്ഞു, ഡായ്മ, ഇത് കണ്ടോ. അപ്പൊ ചോദിച്ചു, എന്നാ കണ്ടോന്ന്. ഡായ്മ, ദാ വരുന്നു എന്റെ കൻഹിയെ കാണാൻ.
അപ്പോൾ ഡായ്മ ഓടി വന്നിട്ട് ചോദിച്ചു, എന്നാ കൻഹി. അപ്പൊ പറഞ്ഞു, ഡായ്മ ഇത് കണ്ടോ ഡായ്മ നോക്കിയപ്പോൾ കൈ നിറയെ നീല കുപ്പിവള. അപ്പൊ ഡായ്മ ചോദിച്ചു, ആരാ എന്റെ കൻഹിക്ക് ഇത് തന്നത്? ഡായ്മയുടെ കൻഹിക്ക് ആരാ ഇത് തന്നത്? അപ്പൊ രാധാറാണി പറഞ്ഞു, പറയില്ലേ, ആ കറുമ്പൻ. അപ്പൊ പറഞ്ഞു, ഏത് കറുമ്പൻ? ഡായ്മയോട് ഞാൻ പറയത്തില്ലേ, എൻ്റെ അടുത്തൊരു കറുമ്പൻ വരും, മുഖം മറച്ചിരിക്കും. ഡായ്മ അവനെ എനിക്ക് സമ്മാനം തരാൻ വേണ്ടി പെണ്ണുങ്ങളുടെ വേഷം കെട്ടി വന്നിട്ട് എനിക്കിത് തന്നിട്ട് പോയി. ഡായ്മ, ഇന്നലെ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോഴേ അവൻ എൻ്റെ അടുക്കല് വീണ്ടും എനിക്ക് സമ്മാനവുമായി വന്നു. ഡായ്മ, അവൻ എന്നെ താരാട്ട് പാടി ഉറക്കി. ഞാൻ ഉണർന്നപ്പോഴേ 3 കദളിപ്പഴം ഡായ്മ. അത് ഞാൻ 2 എണ്ണം തിന്ന്, 1 എണ്ണം എൻ്റെ ഡായ്മയ്ക്കായിട്ട് മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, മോളെ, എനിക്കിത് കേട്ടിട്ട് എന്താ ഡായ്മ പറയേണ്ടത്? ആ ജ്യോതിഷി പറഞ്ഞത് സത്യമായി വരികയാണ്. നിന്നെ തേടി ദിവ്യ പുരുഷന്മാർ വരുമെന്ന് പറയുന്നത് സത്യമാണ് മോളെ. നിന്റെ അടുക്കലേക്ക് വന്നത് ആ ദിവ്യ പുരുഷനായിരിക്കും. ആ സമയത്ത് രാധാറാണി പറഞ്ഞു, ഡായ്മ എനിക്ക് എൻ്റെ ഈ കറുമ്പം മതി. എൻ്റെ കറുമ്പനെ വിട്ട് എനിക്ക് എങ്ങും പോണ്ട ഡായ്മ. അപ്പൊ ഡായ്മ പറഞ്ഞു, മോളെ, നിനക്ക് ഇനി 2-3 ദിവസവും കൂടെ കഴിയുമ്പോൾ യശോദാമ്മ വരും. യശോദാമ്മ വന്ന് മോളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുമല്ലോ. അപ്പോൾ പറഞ്ഞു, എനിക്ക് പോകണ്ട ഡായ്മ, എന്നെ വിടല്ലേ ഡായ്മ. ആ സമയത്ത് ഡായ്മയും കൃത്യമായി കേൾക്കുകയാണ്, രാധ എനിക്കുള്ളതാണ്. രാധയെ ആരും കൊണ്ടുപോകില്ല. രാധാറാണിയും ഡായ്മയും അത് കേട്ടു. രാധാറാണിക്ക് അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. ഡായ്മ സ്തംഭിച്ചു നിന്നു. എന്തു പറയണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നു. 2 ദിവസം കഴിയുമ്പോൾ യശോദാമ്മ വരാൻ പോവുകയാണ്. അതേ, അയന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ, അയനുമായുള്ള വിവാഹത്തിന് ഇവിടെ ഇതാ രാധ സ്വപ്നത്തിൽ കാണുന്ന കറുമ്പൻ പയ്യൻ പറയുന്നു, ആരും കൊണ്ടുപോകില്ല. ഡായ്മ ചുറ്റും തിരിഞ്ഞു നോക്കി, ആരുമില്ല. വീണ്ടും ആ ശബ്ദം കേട്ടു, രാധേയെ, ആ കദളിപ്പഴം അത് നിനക്ക് മാത്രം കഴിക്കാനുള്ളതാണ്. നീ മാത്രമായിരിക്കണം അത് കഴിക്കേണ്ടത്. അത് രാധാറാണി മാത്രമാണ് കേട്ടത്. രാധാറാണി പറഞ്ഞു, തീർച്ചയായും കണ്ണനുണ്ണി. അപ്പൊ ഡായ്മ ചോദിച്ചു, കണ്ണനുണ്ണിയോ? അപ്പൊ പറഞ്ഞു, അതെ എന്റെ കണ്ണനുണ്ണിയാണ്. അപ്പോൾ വീണ്ടും കേട്ടു, ഡായ്മ സ്തംഭിച്ചു നിൽക്കുകയാണ്. എവിടുന്നാണ് ഈ ശബ്ദം വരുന്നത്? ഡായ്മ, എന്റെ രാധയ്ക്ക് നിങ്ങൾ അങ്ങേയറ്റം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ഡായ്മ, എനിക്ക് നിങ്ങളും പ്രിയപ്പെട്ടതാണ്. ഡായ്മ എപ്പോഴും ഒരു നിഴല് പോലെ എൻ്റെ രാധയുടെ കൂടെ ഉണ്ടാകണം. എവിടെ പോയാലും സ്തംഭിച്ചു നിൽക്കുകയാണ്. ഇതാരാണ് ഈ കറുമ്പൻ? ഏതാണ് ഈ ദിവ്യപുരുഷൻ? രാധയെ പിന്തുടരുന്ന ഈ ദിവ്യപുരുഷൻ ആരാണ്? എന്നോട് പറയുന്നു എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന്. ഒരു പിടിയും കിട്ടുന്നില്ല. ആ സമയത്ത് ഡായ്മ ഒരു നാദം കേട്ടു. അതിമനോഹരമായ ഒരു നാദം. അത് അകന്നകന്ന്
ഇങ്ങനെ പോവുകയാണ്. ഡായ്മ രാധാറാണിയെ ചേർത്ത് വെച്ചു. ഡായ്മ രാധാറാണിയെ ചേർത്ത് വെച്ചു. പെട്ടെന്ന് ഡായ്മ രാധാറാണിയെ പൊക്കിയെടുത്തു, തൻ്റെ തോളത്തിട്ട് മുറുകെ പിടിച്ചിട്ട് രാധാറാണിയുടെ ചെവിയിൽ പറഞ്ഞു, ഡായ്മ ഉണ്ടാകും, ഡായ്മ ഉണ്ടാകും, എവിടെ പോയാലും കൂടെ ഉണ്ടാകും. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ക്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹാം.